കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കൃപ നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സ്നേഹാഗ്നിയാൽ നമുക്ക് എരിയപ്പെടാം. സ്നേഹമുള്ളവരെ, ഈ നാളുകളിൽ ചില ചെറുപ്പക്കാരെന്നോട് പങ്കുവെച്ച ഒരു കാര്യം, അച്ഛാ, ഇപ്പോൾ ഒന്നും പാപത്തിലല്ലാതെ ജീവിക്കാൻ പറ്റുന്നില്ല. ഒരുപാട് ആഗ്രഹമുണ്ട് നല്ല കാര്യങ്ങൾ ചെയ്ത് വിശുദ്ധിയോടെ ജീവിക്കണമെന്ന്, പക്ഷെ പറ്റുന്നില്ല അച്ഛാ. ധ്യാനമൊക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ പിടിച്ചു നിൽക്കും, പിന്നെ വീണു പോവുക, നിൽക്കാൻ പറ്റുന്നില്ല. കൂട്ടുകെട്ടായി മാധ്യമങ്ങളിലൂടെ, പ്രത്യേകിച്ച് മൊബൈൽ ഫോണിലൂടെയൊക്കെ പല കാര്യവും വന്ന് ആവശ്യമില്ലാത്തതൊക്കെ കണ്ടും കേട്ടും മനസ്സാകെ ദുർബലപ്പെട്ടു പോവുക, അശുദ്ധമായി പോവുക ജീവിതം. അച്ഛൻ നന്നായിട്ട് അച്ഛനൊന്ന് ബന്ധിച്ച് പ്രാർത്ഥിക്കണം. ഞാൻ ഓർക്കുകയാണ്, ആ ചെറുപ്പക്കാർക്ക് എന്തേലും ആഗ്രഹമുണ്ട്, ഒന്ന് രക്ഷപ്പെടണം, പാവം വേണ്ട, വിശുദ്ധിയോടെ ജീവിക്കണം. മറ്റൊരു വശത്ത് ഒത്തിരിയേറെ മക്കളെ മന്ദതയിലാക്കുന്ന വേറൊരു പ്രതിഭാസം ഈ നാളുകളിൽ ഉടലെടുത്തിട്ടുണ്ട്, മുമ്പത്തേക്കാൾ ഉപരിയായിട്ട്. അത് സഭയെയും ദൈവിക കാര്യങ്ങളെയും നിഷേധിക്കാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കാനായിട്ടുള്ള പരിശ്രമമാണ്. ഇവിടെയാണ് പത്രോസ് ലീഹ 1-ാം ലേഖനത്തിൽ 5, 7, 8 വചനത്തിലൂടെ നൽകുന്ന പ്രബോധനം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പത്രോസ് ലീഹ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് ചുറ്റി നടക്കുകയാണ്. ഇതൊരു സത്യമാണ്. പ്രധാനമായും ഈ 2 കാര്യത്തിലൂടെ ദൈവമക്കളുടെ ആത്മീയ ജീവിതത്തെ നശിപ്പിച്ച് അവരെ പാപത്തിൻ്റെ അടിമത്തത്തിൽപ്പെടുത്തുക, അവരെ വിഴുങ്ങിക്കളയുക എന്ന ഒരു ലക്ഷ്യത്തോടുകൂടെ സാത്താൻ അലറി നടക്കുകയാണ്. ഇവിടെ നമ്മൾ പാപത്തിൻ്റെ അസ്വസ്ഥതകളുടെ പ്രതിസന്ധികളെ അതിജീവിക്കാനായിട്ടുള്ള ഒരു കരുത്തിനു വേണ്ടി, ശക്തിക്ക് വേണ്ടി സമചിത്തതയോടെ ഉണർന്ന് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. എല്ലാ ദൈവമക്കളും ഹൃദയത്തിലുള്ള ആഗ്രഹത്തോടെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. കണ്ണുകൾ ഒരു നിമിഷം അടച്ച് മനസ്സിനെ നമുക്കൊരു ഏകാഗ്രതയിലേക്ക് കൊണ്ടുവരാം. ഹൃദയം ദൈവത്തെങ്കിലേക്ക് ഉയർത്തി ഹൃദയത്തിൽ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവമേ, പൗലോസ് ലീഹ ഏറ്റുപറയുന്നത് പോലെ ഞാനും ഏറ്റുപറഞ്ഞു പോവുകയാണ്. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് പലപ്പോഴും പ്രവർത്തിച്ചു പോവുക. ഞാൻ ദുർഭകനായ മനുഷ്യൻ. കർത്താവെ, നല്ലതായി ജീവിക്കണമെന്നും വിശുദ്ധിയുള്ള ജീവിതം നയിക്കണമെന്നും കൃപയുടെ ജീവിതം നയിക്കണമെന്ന് ഹൃദയത്തിൽ ആഗ്രഹിക്കുമ്പോഴും നിലനിൽക്കാൻ പറ്റുന്നില്ല. ലോകത്തിൻ്റെ ഒരുപാട് വശ്യതകൾ, തിന്മ, അശുദ്ധി എന്നെ ഒത്തിരിയേറെ ഗ്രസിച്ചു കളയുന്നു. ഈ ലോകത്തിൽ കുദാശകളിലൂടെയും വചനത്തിലൂടെയും എൻ്റെ ജീവിതത്തിലേക്ക് ദൈവിക കൃപ കടന്നു വരേണ്ട ഒത്തിരിയേറെ കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ ഒത്തിരിയേറെ അസ്വസ്ഥതകളും സംശയങ്ങളും ആത്മീയമായ മരവിപ്പും എന്നിൽ ഉടലെടുക്കുന്നു. ദൈവമേ, എൻ്റെ ജീവിതത്തെ രക്ഷിക്കാൻ അവിടുന്ന് കടന്നു വരണമേ. എൻ്റെ ജീവിതത്തിൻ്റെ പാപശാപ രോഗാവസ്ഥകളിലേക്ക് അങ്ങയുടെ ശക്തി പ്രവഹിക്കുവാൻ, ആത്മാവിനെ അയക്കുവാൻ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോ ഹൃദയങ്ങളിലേക്കും ഇപ്പോൾ നിറയുന്നതിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുക. പാപരോഗ ശാപബന്ധനങ്ങളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കുന്ന നിമിഷമാണിത്. എല്ലാവരും ദാഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ആത്മാവ് അഗ്നിയായി, ശക്തിയായി, അഭിഷേകമായി ഓരോ വ്യക്തികളിലേക്കും കത്തിപ്പടരട്ടെ. ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഒരു പുതിയ ജ്വലനം എൻ്റെ ഹൃദയത്തിൽ സംഭവിപ്പിക്കുവാൻ അവിടുന്ന് എന്നിൽ ആവസിക്കണമേ. അപ്പസ്വലന്മാർ നിറഞ്ഞതുപോലെ, അനേക വ്യക്തികളിലേക്ക് നിറഞ്ഞതുപോലെ, പാപകരമായ ജീവിതത്തിലേക്ക്, അസ്വസ്ഥകൾ നിറഞ്ഞ ജീവിതത്തിലേക്ക് അവിടുന്ന് ഇപ്പോൾ വന്ന് നിറയണമേ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ആരാധന, 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 ആരാധന. അഗ്നിയായി നിറയണമേ. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. നിറയട്ടെ, നിറയട്ടെ, ആത്മാവ് നിറയട്ടെ, അഗ്നിയായി നിറയട്ടെ. അഗ്നിയായി നിറയണമേ. പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയയക്കൂ, രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നിയയക്കൂ, ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയയക്കൂ,
ആത്മാവാം ദൈവമേ ആഗ്രഹത്തോടെ ചേർന്ന് പാടിക്കേ. പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയയക്കൂ. രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നിയയക്കൂ. ശാപത്തിൻ ശക്തിമേൽ അഗ്നി അയക്കണമേ. ആത്മാവാം ദൈവമേ അഗ്നി അയക്കൂ. എല്ലാ പാപശാപ ബന്ധനങ്ങളുടെ മേൽ, രോഗങ്ങളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ജീവിതത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന, ദൈവികതയിൽ അകറ്റുന്ന സകല തിന്മകളും യേശുനാമത്തിൽ ഇപ്പോൾ തന്നെ നീങ്ങിപ്പോകട്ടെ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. പരിശുദ്ധ ദൈവമാതാവേ, പാപത്തിൻ്റെ കറയേശാതെ ജീവിച്ചവളെ, സാത്താൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ കരുത്തുണ്ടായ അമ്മേ, പാപത്തിൻ്റെ മാലിന്യമേശാത്തവരായി വിശുദ്ധിയോടെ അമ്മയുടെ മക്കൾ ജീവിക്കാൻ ഞങ്ങൾക്കായി അമ്മ മധ്യസ്ഥമേകി പ്രാർത്ഥിക്കണമേ. ആവേ ആവേ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ആവേ മരിയ. ഉൾക്കണ്ണുകൾ കൊണ്ട് അമ്മയെ കണ്ടെന്ന് പ്രാർത്ഥിച്ച് ആവേ ആവേ മരിയ. അമ്മേ ആവേ 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 മരിയ. ആവേ മരിയ. ആവേ മാതാവേ ആവേ മരിയ. പത്രോസ്ലീഹ എത്ര വ്യക്തവും കൃത്യവുമായി ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു നാളാണിത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ റോമാലേഖനത്തിൻ്റെ 13-12 വചനത്തിൽ ഓർമ്മിപ്പിക്കുക, രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. പകലിന് യോജിച്ച വിധം പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അഭീതവേഴ്ചയിലോ നിങ്ങൾ വ്യാപരിക്കരുത്. പ്രത്യേക മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തെ ഒന്ന് രൂപാന്തരപ്പെടുത്തി പാപത്തിൻ്റെ അന്ധകാരാവൃതമായ അവസ്ഥകളിൽ നിന്ന് പ്രകാശത്തിൻ്റെ പകലിലേക്ക് കടന്നു വരേണ്ട നിമിഷങ്ങളാണിത്. ഈ കാലഘട്ടങ്ങളിൽ ഒരു സമചിത്തത പുലർത്തിയിട്ടില്ല എങ്കിൽ നമ്മൾ പോകുന്നത് അപകടത്തിലേക്കാണെന്ന് തിരിച്ചറിയണം. എത്രയോ കുടുംബജീവിതം നയിക്കുന്ന കൃപയുള്ള ദമ്പതികളെയാണ് ഈ നാളുകളിൽ പലതരത്തിലുള്ളതായ ഫോൺ കോളുകളും മോശമായ ഫേസ്ബുക്ക് വാട്സപ്പ് കൂട്ടായ്മകളും വഴിതെറ്റിക്കുന്നത്. സങ്കടത്തോടെ ഈ ആത്മീയ കേന്ദ്രത്തിൽ ഞങ്ങൾ കാണുന്ന ഒരു കാഴ്ചയാണിത്. കഴിഞ്ഞ കാലഘട്ടങ്ങളേക്കാൾ എത്രയോ ഉപരിയായി വിശ്വസ്തതയുള്ള ദമ്പതികളുടെ ജീവിതത്തിൽ പോലും വഴിതെറ്റലിൻ്റെ അനുഭവം ഉണ്ടാകുന്നത് സങ്കടകരമായ കാര്യമല്ലേ? എത്രയോ യുവതി യുവാക്കൾ വിശുദ്ധിയോടെ ജീവിക്കുവാനും തീക്ഷ്ണതയോടെ സഭയിൽ പ്രവർത്തിച്ച് ജീവിത വിശുദ്ധീകരണം സാധ്യതമാകുകയും ചെയ്തുകൊണ്ടിരുന്നവർ ഇന്ന് പാപത്തിൻ്റെ അടിമത്തത്തിൽ വീണ് ആത്മീയ മന്ദത മരവിപ്പ് പ്രാപിച്ച് അനുസരണക്കേടിൻ്റെ അരൂപികളിലും ലോകത്തിൻ്റെ മ്ലേച്ഛതകളിലും ജീവിച്ച് മറ്റുള്ളവരെ പാപത്തിലേക്ക് നയിക്കുന്നു. മദ്യപാനം, പുകവലി, കഞ്ചാവ് പോരാ, മറ്റു തരത്തിലുള്ളതായ സുഖേച്ഛകൾ നൽകുന്നതായ അശുദ്ധിയിലേക്ക്, മ്ലേച്ഛതകളിലേക്ക് നയിക്കാൻ കാരണമാകുന്നില്ലേ? എന്തുകൊണ്ടാണിത്? ഒരുപാട് പേര് വാട്സാപ്പിലും ഫേസ്ബുക്കിലും മറ്റു തരത്തിലുള്ളതായ ലോകത്തിൻ്റെ അരൂപികളുമാണ്. പ്രിയപ്പെട്ടവരെ, ഇതിനകത്തൊക്കെ നന്മയുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഈ കാര്യങ്ങളിലൂടെയൊക്കെ ഒരുപാട് സമയത്തെ നഷ്ടപ്പെടുത്തിയും മറ്റു തരത്തിലുള്ള മ്ലേച്ഛതമായ കൂട്ടുകെട്ടുകളിലും പെട്ടും ജീവിതം നശിക്കാനായിട്ടും ആത്മീയ മന്ദത കടന്നു വരാനായിട്ട് കാരണമാകുന്നെങ്കിൽ തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്. അതാണ് പത്രോസ്ലീഹ ഓർമ്മിപ്പിച്ചത്, സമചിത്തതയോടെ ഉണർന്നിരിക്കണം. റോമാലേഖനത്തിൻ്റെ 12-ാം അധ്യായം 2-ാം വചനത്തിൽ പൗലോസ്ലീഹ വീണ്ടും ഓർമ്മിപ്പിച്ചു വെച്ചു, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. പ്രത്യേക മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതമെന്തെന്നും നല്ലതും പ്രീതികരവും പരിപൂർണമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. എന്തുകൊണ്ടാണ് ദൈവഹിതം അന്വേഷിക്കാൻ പറ്റുന്നില്ലാത്തത്? എന്തുകൊണ്ടാണ് നല്ലത് ഏതാണ്, പ്രീതികരം ഏതാണ്, ദൈവത്തിന് സ്വീകാര്യം ഏതാണെന്ന് അന്വേഷിക്കാൻ മനസ്സില്ലാത്തത്? പരിശുദ്ധ അമ്മയെപ്പോലെ നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയാൻ മനസ്സില്ലാത്തത് എന്തുകൊണ്ടാണ്? മറ്റൊന്നുകൊണ്ടുമല്ല, ലോകത്തിൻ്റെ വശ്യതകളും അതിൻ്റെ സ്വാധീനങ്ങളും നമ്മുടെ ജീവിതത്തെ വല്ലാതെ ഞെരുക്കുകയാണ്. നമ്മളെ ഒരാത്മീയ മന്ദതയിലേക്ക് പോവുകയാണ്. ഇവിടെ അനേകർക്ക് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കാൻ ഒരാത്മാവ് എന്നിൽ ഉണരുന്നില്ല. ദാനിയേലിന്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. സൂസൻ എന്ന് പറയുന്ന പെൺകുട്ടിയെക്കുറിച്ച്.
അവളുടെ മാതാപിതാക്കൾ നീതിനിഷ്ഠരായിരുന്നു. മോശയുടെ നിയമം അനുസരിച്ച് എല്ലാ കാര്യങ്ങളും അവളെ പഠിപ്പിച്ചിരുന്നു. ഈ സൂസൻ എന്ന് പറയുന്നതായ പെൺകുട്ടിക്ക് ഒരു പ്രതിസന്ധിയും പ്രശ്നം ഉണ്ടാകുമ്പോൾ അവൾ ദൈവമായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. 13-44 വചനത്തിൽ നമ്മൾ വായിക്കുകയാണ്, ആ സമയത്ത് ദാനിയേൽ എന്നു പേരുള്ള ഒരു ബാലന്റെ പരിശുദ്ധമായ ആത്മാവിനെ ദൈവം ഉണർത്തി. എന്തുകൊണ്ടാണ് ഒരു ബാലന്റെ ആത്മാവിനെ ഉണർത്തിയത്? അവന്റെ ആത്മാവിന്റെ പ്രത്യേകതയാണ് വചനത്തിൽ നമ്മൾ വായിക്കുക, അത് പരിശുദ്ധമായിരുന്നു. ഇന്ന് മാതാപിതാക്കൾക്ക് ഉണരാൻ പറ്റുന്നില്ല. ഞാൻ ഓർക്കിയ സങ്കടത്തോടെ ചില മാതാപിതാക്കൾക്ക് മക്കളോടൊരു തിരുത്തൽ പറയാൻ പറ്റുന്നില്ല. കാരണം എന്താ? അവര് പലതരത്തിലുള്ള പാപത്തിന് അടിമയാ. അവരുടെ ആത്മാവ് ഉണരുന്നില്ല. ഒരു കാലഘട്ടങ്ങളിൽ ഓരോ ഇടവകയിലും ഭവനങ്ങൾ നിർമ്മിക്കാനും മറ്റു തരത്തിലുള്ളതായ പ്രേക്ഷിത പ്രവർത്തനം നടത്താനും ഒരുപാട് യുവതി യുവാക്കളും കുട്ടികളും ഉണ്ടായിരുന്നു. ഇന്ന് പലരും വീട്ടിലും മറ്റിടങ്ങളിൽ അടഞ്ഞു ചടഞ്ഞുകൂടിയിരിക്കുക. കാരണം എന്താ? അവർ പലതരത്തിലുള്ളതായ മാധ്യമങ്ങളിലും മൊബൈൽ അടിമത്തങ്ങളിലുമാണ്. ഗെയിം കളിച്ചും മറ്റു തരത്തിലുള്ളതായ കാര്യങ്ങൾ കണ്ടും കേട്ടും അതിൻ്റെ ഒരു ആധിപത്യത്തിൽ അവിടെ കഴിയുകയാണ്. അവ ഈ മക്കളുടെ ജീവിതത്തിൽ നന്മയും ചൈതന്യത്തെ നഷ്ടപ്പെടുത്തി കളയുകയാണ്. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയണം. ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ യുവതി യുവാക്കളും കുട്ടികളും ശ്രദ്ധിക്കണം. ഇതുമൂലം നിങ്ങളുടെ പഠനത്തിലൊരു മെച്ചം ഉണ്ടാകുന്നുണ്ടോ? ആത്മീയ ജീവിതത്തിൽ വളർച്ചയുണ്ടോ? പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? മാതാപിതാക്കളെ അനുസരിക്കാൻ പറ്റുന്നുണ്ടോ? ജീവിതത്തിൽ ഒരു ഉയർച്ചയുണ്ടോ? ഒരു മന്ദതയിലും മരവിപ്പിലും ആണോ? അനുസരിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്. എന്താണത്? എൻ്റെ ജീവിതത്തെ സാത്താൻ ഇന്ന് വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏത് തരത്തിലും ആയിക്കോട്ടെ. പക്ഷെ ഇതൊരു സത്യമല്ലേ? നിഷേധിക്കാൻ സാധിക്കാത്തൊരു സത്യമായത്. എത്ര മക്കൾ എന്നോട് സങ്കടത്തോടെ പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ആഗ്രഹമുണ്ട്, അച്ഛാ ഒത്തിരി ആഗ്രഹമുണ്ട് ഇതിനേക്ക് ഉപേക്ഷിക്കണമെന്ന്, പക്ഷെ പറ്റുന്നില്ല. പലതും അടിമപ്പെടുത്തുക. വീണ്ടും വീണ്ടും സങ്കടത്തോടെ അവർ വരും. വീണ്ടും വീണ്ടും ചിലർ കുമ്പസാരിക്കും. വീണ്ടും വീണ്ടും ചിലർ തലക്കവിപ്പ് വാങ്ങും. അവർക്ക് ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല. സ്നേഹമുള്ളവരെ, സമചിത്തതയോടെ ഉണരണം. ഈ കാലഘട്ടങ്ങളിൽ തിന്മയിലേക്ക് പോകാത്ത മക്കൾ ആ വിശുദ്ധിയിലും ചൈതന്യത്തിലും നിലനിൽക്കണം. മാതാപിതാക്കള് മക്കളെ നശിപ്പിക്കുന്നതായ ഇതുപോലുള്ള വസ്തുക്കൾ വാങ്ങിക്കൊടുത്ത് വിവേകം ഉണരാത്ത ഈ കാലഘട്ടങ്ങളിൽ ഇതുപോലെ തിന്മയിലേക്ക് അടിമപ്പെടാൻ അനുവദിക്കരുത്. ഈ ചിന്ത മാതാപിതാക്കൾക്ക് ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, അവരുടെ വിജയത്തിലും അവരുടെ നേട്ടത്തിലും സമ്മാനം കൊടുക്കേണ്ടത് അവരുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന കാര്യങ്ങളല്ല. ഫുൾ A+ വാങ്ങിയിരുന്ന കൊച്ച് ഇന്ന് ഒരു A+ പോലും ഇല്ലാത്ത ഗതികേടിലേക്ക് തരം താന്നെങ്കിൽ കാരണം എന്താ? അതിന് നിങ്ങൾക്കൂടെ കുറ്റക്കാരാണ്. നമ്മൾ ഓർക്കണം, സമചിത്തതയോടെ ഉണരേണ്ട കാലഘട്ടങ്ങളാണിത്. ഈ കാലഘട്ടങ്ങളിൽ സാത്താൻ അടിമപ്പെടുത്താൻ ഉദ്യമിക്കുമ്പോൾ, അലറി വിളിച്ചുകൊണ്ട് അവൻ ചുറ്റി നടക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ജാഗരൂകത നമ്മുടെ ഉള്ളിൽ പുലർത്തണം, നമ്മുടെ ജീവിതത്തിൽ പുലർത്തണം. മറ്റൊരു കാര്യം, ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളെ ഗ്രസിക്കുന്ന, പടർന്നു പിടിക്കുന്ന തിന്മയാണ് സഭയെയും ദൈവിക കാര്യങ്ങളെയും ദൈവിക വ്യക്തികളെയും കുറിച്ച് ഒരു തെറ്റിദ്ധാരണ പരത്തുക. ഇത് പറയുമ്പോൾ ഇവിടെ ഒന്നും ഒരു വീഴ്ചയില്ല, കുറവില്ല എന്നുള്ളതൊന്നുമല്ല. കുമ്പസാരം എന്ന കൂദാശയെക്കുറിച്ച് പോലും വളരെ മ്ലേച്ഛമായ രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ എത്രയോ വിരൽ എണ്ണാവുന്ന വ്യക്തികൾക്കായിരിക്കും സ്നേഹമുള്ളവരെ ഈ അനുഭവം ഉള്ളത്. ഈ കാര്യത്തെ കണക്കിലെടുത്തുകൊണ്ട് പരിശുദ്ധവും പരിപാവനവുമായി കണ്ടിരുന്ന കുമ്പസാരം എന്ന കൂദാശ, അതിലൂടെ സംഭവിച്ചിരുന്ന ജീവിത വിശുദ്ധീകരണം, ഇത് സാധ്യമല്ലാതാക്കി തീർക്കാനായിട്ടുള്ള ഒരു കുത്സിത ശ്രമം ഇന്നുണ്ട്. എന്താ പറഞ്ഞു വെക്കുക? കുമ്പസാരിക്കേണ്ട ആവശ്യമില്ല. കുമ്പസാരിപ്പിക്കുന്നിടത്ത് പല പാപവും തിന്മയും അശുദ്ധിയൊക്കെ ഉണ്ടാകുന്നുണ്ട്. എവിടെയെങ്കിലും സംഭവിക്കുന്ന ഒന്നോ രണ്ടോ കാര്യങ്ങളെ കണക്കിലെടുത്ത് ഇതിനെ മുഴുവൻ പർവ്വതീകരിച്ച് ഈ കൂദാശകളിലൂടെ ലഭ്യമാകേണ്ട ജീവിത വിശുദ്ധീകരണത്തെ തടഞ്ഞു നിർത്താനായിട്ടുള്ള ഒരു സാത്താൻ്റെ ശ്രമമൊന്നുണ്ട്. നിഷേധിക്കാൻ സാധിക്കില്ല ഈ സത്യത്തെ. ശരിയല്ല ഇത് മാത്രമല്ല, സഭയ്ക്കെതിരെ പലതരത്തിലുള്ളതായ ആക്ഷേപങ്ങൾ മറ്റ് പ്രസംഗങ്ങളിലൂടെ ഇങ്ങനെ നൽകപ്പെടുമ്പോൾ ദൈവമക്കൾ വ്രങ്ങലിച്ച് നിൽക്കുക. പ്രത്യേകിച്ച് പള്ളി പോകാൻ മടിയുള്ളവർ, കൂദാശ സ്വീകരിക്കാൻ താല്പര്യമില്ലാത്തവർ, കുടുംബ പ്രാർത്ഥനയിൽ താല്പര്യമില്ലാതെ ലോകത്തിൻ്റെ വശ്യതകളും അശുദ്ധിയും ലഹരിയുടെ അടിമത്തത്തിലും ഒക്കെ കിടക്കുന്ന മക്കൾക്ക് ഇതൊരു കൊട്ടിക ആഘോഷം കൂടെ. കാരണം എന്താ? അവർ പറഞ്ഞു നോക്കും, കണ്ടില്ലേ ശരിയാ, പള്ളി പോകേണ്ട കാര്യമില്ല, പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, കുമ്പസാരിക്കേണ്ട, കുർബാന പങ്കെടുക്കേണ്ട കാര്യമില്ല. അവർക്ക് വലിയ സന്തോഷമായി, ഇതൊരു ആഘോഷമായി. അവരും ചേർന്ന് പലതരത്തിലുള്ളതായ സാത്താൻ ആരാധകർ ഇതിനെതിരെ വ്യക്തവും കൃത്യവുമായിട്ടുള്ള അജണ്ടയോടുകൂടെ പലതരത്തിലുള്ളതായ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ദൈവമക്കളെ, ഒരു കാര്യം ഓർത്തോ, നിങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കേണ്ട ഈ കൂദാശകളുടെ കടയ്ക്ക് കത്തിവെച്ചുകൊണ്ട് അതിനെ നശിപ്പിക്കാൻ ഒരുമ്പെടുന്ന സാത്താൻ്റെ പ്രലോഭനങ്ങളെയും അവൻ്റെ പ്രവർത്തനങ്ങളെയും അതിജീവിക്കാൻ മാത്രം നിങ്ങൾ കരുത്തുള്ളവരാകണം.
പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നുണ്ട് 1 കൊരിന്തോസിന്റെ 15:33 വചനങ്ങളിലൂടെ, നിങ്ങൾ വഞ്ചിതരാകരുത്. അധമമായ സംസർഗം സദാചാരത്തെ ദുഷിപ്പിക്കും. ഓർക്കണ ഇക്കാര്യം, വഞ്ചിതരാകുന്നുണ്ട് ഒരുപാട് പേരിന്ന്. ഈ കാര്യങ്ങളൊക്കെ കേട്ട് ഇതാണ് സത്യം, ഇതാണ് യാഥാർത്ഥ്യം എന്ന് ചിന്തിച്ച് അതിനെ പുൽകാനായിട്ടുള്ള ഒരു പ്രവണത പലരിലും ഉണ്ട്. ഓരോ കാലഘട്ടങ്ങളിലും വിശുദ്ധരായിട്ടുള്ള വ്യക്തികൾ ജീവിച്ച പരിശുദ്ധ കത്തോലിക്ക സഭ, വിശുദ്ധിയോടെ അനേക വൈദികരും സന്യസ്തരും സഭാ നേതൃത്വത്തിലുള്ളവരും ജീവിച്ച ഒരു പരിശുദ്ധമായ കത്തോലിക്ക സഭ, അവർ നൽകുന്ന പ്രബോധനങ്ങൾ തെറ്റാണ്, അവർ അശുദ്ധരാണ്, അവർ മ്ലേച്ഛതയിലും തിന്മയിലും ഉള്ളവരാണ്, ധനമോഹികളാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ ഒന്ന് ഓർത്തു നോക്കിയേ, എത്രയോ വൈദികരിലൂടെ, എത്രയോ സന്യസ്തരിലൂടെ ദൈവികമായ ശുശ്രൂഷ സ്വീകരിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. സങ്കടങ്ങളിൽ അവർ സമാശ്വാസമായി വന്നിട്ടില്ലേ? സ്നേഹമായി സാന്ത്വനമായി നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിലും ആവശ്യങ്ങളിൽ കടന്നു വന്നിട്ടില്ലേ? എന്നിട്ട് ഇതിനെതിരെ ആക്ഷേപങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ ആരെങ്കിലും ഉണർന്നോ? ആരെങ്കിലും ഒന്ന് പ്രതികരിച്ചോ? അവിടെ ഇവിടെ ഒന്നോ രണ്ടോ പേരല്ലാതെ. എന്താ ഇതിന് കാരണം? കാരണം മറ്റൊന്നുമല്ല, ഓരോരുത്തരിലും ഒരു ദുരരൂപി കടന്നുകൂടിയിരിക്കുകയാണ്. ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇതാണ് ആദ്യ മാതാപിതാക്കളെ വിശ്വസിപ്പിച്ചതായ തന്ത്രവും. ദൈവം പറയുന്നൊന്നും വിശ്വസിക്കരുത്, സഭ പറയുന്നൊന്നും വിശ്വസിക്കരുത്, മറിച്ച് ഞങ്ങൾ പറയുന്നതാണ് സത്യം. ഓരോ വ്യക്തികളും പറയുന്നതൊന്നും വില കൊടുക്കേണ്ട കാര്യമല്ല. അവിടെ ഇവിടെ ഉണ്ടായിട്ടുള്ള വീഴ്ചകളെ എടുത്തു കാണിച്ച് അതാണ് മുഴുവൻ എന്ന് വരുത്തി തീർക്കാനായിട്ടുള്ള ഒരു ശ്രമം എന്ന് പറയുന്നത് ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ പരിശുദ്ധിയും ചൈതന്യവും നശിപ്പിക്കുന്നതാണ്. യോഹന്നാൻ ശ്ലീഹ 2-ാം ലേഖനത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഇങ്ങനെയുള്ളവരെ നിങ്ങളുടെ ഭവനത്തിൽ പ്രവേശിക്കുക പോലും ചെയ്യരുത്. തിരിച്ചറിയണം ഈ കാര്യത്തെക്കുറിച്ച്. നമ്മുടെ ജീവിതത്തിലേക്ക് അശുദ്ധിയും അസ്വസ്ഥതയും നെഗറ്റീവ് ചിന്താഗതികളും വിതയ്ക്കുന്നതൊക്കെ സാത്താനാണ്. സംശയിക്കേണ്ട ഈ കാര്യത്തെക്കുറിച്ച്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൻ്റെ ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ മാത്രം ഒരു കരുത്തും ശക്തിയും നമുക്ക് വേണം. എൻ്റെ കൂട്ടുകാരനച്ഛൻ ഈ നാളുകളിൽ ഒരു വാട്സപ്പ് സന്ദേശം എന്നെ കാണിച്ചു. രസകരവും എന്നാൽ അത് ഒരു നന്മയുടെ സന്ദേശമായിട്ട് എനിക്ക് തോന്നി. ഒരു മകൻ അപ്പനോട് പറയുകയാണ്, അപ്പാ TV ഒന്നും കാണണ്ട, അവിടെ ബിഷപ്പുമാരെയും അച്ഛന്മാരെയും കന്യാസ്ത്രീകളെയും ഒക്കെ ചീത്തവിളിയാണ്. അതുകൊണ്ട് അപ്പൻ ഇതൊന്നും കാണാൻ നിൽക്കണ്ട, ഉള്ള വിശ്വാസം കൂടെ നഷ്ടപ്പെട്ടു പോകും. അപ്പൻ മോനോട് പറഞ്ഞു, എടാ മോനെ, ഈ ബിഷപ്പുമാരും അച്ഛന്മാരും കന്യാസ്ത്രീകളും ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് നെറ്റിയെ കുരിശു വരച്ച് പഠിച്ചു തുടങ്ങിയതാ അപ്പൻ. ഈ അപ്പൻ ചാകുമ്പോഴും നെഞ്ചത്ത് ഒരു കുരിശുണ്ടാകും. നീ കൊന്തൻ ചൊല്ലി കിടന്നുറങ്ങാൻ നോക്ക്. പ്രിയപ്പെട്ടവര്, ഇതുപോലെ തൻ്റെ ഇടമുള്ള അപ്പന്മാരുണ്ട് ഈ കാലഘട്ടങ്ങളിൽ. ആവശ്യമായിരിക്കുന്നത് ഇത് തന്നെയാ. ചങ്കത്ത് കൈവച്ച എൻ്റെ ചങ്കത്ത് ഒരു കുരിശുണ്ടാകും. കാരണം കർത്താവ് ഈശോ മിശിഹ സ്ഥാപിച്ച പരിശുദ്ധ കത്തോലിക്ക സഭയിൽ ഒരംഗമായതിൽ ഞാൻ അഭിമാനിക്കുന്നതാ. നാളിതുവരെ കൂദാശകളിലൂടെ ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടതാ. നാളിതുവരെ അനേക വൈദികരുടെയും അനേക സന്യസ്തരുടെയും മാതൃകാപരമായ ജീവിതം കണ്ടിട്ടുണ്ട് ഞാൻ. അവിടെ ഇവിടെയും പോരായ്മയും കുറവും കണ്ടിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ അതിലംഘിക്കുന്ന ഒരുപാട് ജീവിത മാതൃകകൾ കണ്ടിട്ടുണ്ട് ഞാൻ. അതുകൊണ്ട് എൻ്റെ ഉള്ളിലുള്ള വിശ്വാസത്തെ നശിപ്പിക്കാൻ ഒന്നിനും സാധിക്കില്ലെന്ന് അഭിമാനബോധത്തോടെ പറയാൻ ഉതകുന്ന ഒരഭിഷേകം, ഒരു ചൈതന്യം ഈ കാലഘട്ടത്തിൽ വേണം. പ്രിയപ്പെട്ടവരെ, പത്രോസ് ശ്ലീഹ ഓർമ്മിപ്പിച്ച വചനം ഒന്നുകൂടെ ഞാൻ വ്യക്തവും കൃത്യവുമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. ഹല്ലേലൂയ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഉണർത്തിക്കൊണ്ട്, ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ വിട്ടുകൊടുത്തുകൊണ്ട് മനസ്സിനെ ഒന്ന് ശാന്തമാക്കാം, ഹൃദയത്തെ ഒന്ന് ശാന്തമാക്കാം. ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെ ഒരു നിമിഷം സമർപ്പിച്ച്, കർത്താവെ, ഒത്തിരി പാപത്തിൻ്റെ പ്രലോഭനങ്ങൾ, ലോകത്തിൻ്റെ വശ്യതകൾ എന്നെ പിടികൂടുന്നുണ്ട്. മുള്ളുകളും മുൾച്ചെടികളും എൻ്റെ ഉള്ളിലുണ്ട്. പാപത്തിൻ്റെ മുള്ളുണ്ട് എൻ്റെ ഉള്ളിൽ. ഈശോ, അതിലംഘിക്കാൻ ഉതകുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്നിലേക്ക് നിറയ്ക്കണമേ. കണ്ണുകളടച്ച് എല്ലാ ദൈവമക്കളും സ്നേഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ഹൃദയത്തിലേക്ക് ഇപ്പോൾ തന്നെ ഒരു അഭിഷേകം നിറയട്ടെ. സകല തരത്തിലുള്ളതായ തെറ്റായ പ്രബോധനങ്ങൾക്കും വിശ്വാസങ്ങൾക്കും ലോകത്തിൻ്റെ മോഹങ്ങൾക്കുമെതിരെ ഒരു ദൈവികതയുടെ അഭിഷേകം എന്നിലേക്ക് നിറയട്ടെ. എല്ലാവരും ഹൃദയത്തിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കരങ്ങളൊരു അല്പം ഉയർത്തിപ്പിടിച്ച ഹൃദയത്തിൽ ആഗ്രഹിച്ച് സ്നേഹത്തോടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ ഒരുമിച്ച് ചേർന്ന് വിളിച്ചൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ നിറയണം.
നിറയണമേ, 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 നിറയണമേ. ഓ കർത്താവേ, എൻ്റെ ഉള്ളിലുള്ള പാപത്തിൻ്റെ മുള്ളുകളെ മുൾച്ചെടികളെ ദഹിപ്പിച്ച് കളയാൻ ഉതകുന്ന ആത്മാവിൻ്റെ ശക്തി അഭിഷേകമായി ഇപ്പോൾ ഓരോ ഹൃദയങ്ങളിലേക്കും ആവസിക്കട്ടെ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചെടികളുമെല്ലാം അഗ്നിയിലെരിഞ്ഞിടും. ആരാധന, ആരാധന. യേശുനാമത്തിൽ ഇത് സംഭവിക്കട്ടെ. ആരാധന, 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 ആരാധന. ലോകത്തിന്റെ വശ്യതകൾ, തെറ്റായ പ്രബോധനങ്ങളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ആത്മാവേ, ആത്മാവേ, അഗ്നിയായി നിറയണമേ, അഗ്നിയായി നിറയണമേ. ഹൃദയത്തിൽ എല്ലാവരും ആഗ്രഹിച്ച് പാടിക്കേ. ആത്മാവേ, അഗ്നിയായി നിറയണമേ, അഗ്നിയായി നിറയണമേ. സ്നേഹത്തോടെ ദൈവകരങ്ങളിൽ നമ്മളെ ഓരോരുത്തരെയും സമർപ്പിച്ച് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ചൈതന്യം എന്നിൽ ശക്തമായി നിറയണമെന്ന് ആഗ്രഹിച്ച് ദിവ്യകാരുണ്യ സന്നിധിയെ തീക്ഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ കൂടെ വസിക്കുന്ന ദൈവമേ, ഞങ്ങളങ്ങെ ഒരുപാട് സ്നേഹിക്കുന്നു. ഈ ലോകത്തിൽ മറ്റെന്തിനേക്കാൾ ഉപരിയായി, ഏതൊരു വ്യക്തിയേക്കാൾ ഉപരിയായി, ഏതൊരു വസ്തുവിനേക്കാൾ ഉപരിയായി, ജീവിതത്തിൽ ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്ന മറ്റെന്തിനേക്കാൾ ഉപരിയായി ഓ ദൈവമേ ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഉള്ളിൽ ഒരു പരിശുദ്ധിയും ചൈതന്യവും നിറയുന്നത് അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവേ, എത്രമേൽ അശുദ്ധമായ ഇടമാണെങ്കിലും, എത്രമേൽ പാപത്തിന് അടിമപ്പെട്ട മ്ലേച്ഛതകളാൽ ദുർഗന്ധം വമിക്കുന്ന ഇടമാണെങ്കിലും ഈശോയെ, അവിടുന്ന് കടന്നു വരുമ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങൾ പരിശുദ്ധമാകുമെന്ന് തിരിച്ചറിയുക. ഈശോ, അങ്ങയുടെ സാന്നിധ്യത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവമക്കളും ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, കർത്താവിനെ ഒന്ന് തൊട്ട് പ്രാർത്ഥിച്ച് നിങ്ങളായിരിക്കുന്ന മീഡിയയിൽ ഈ പരിശുദ്ധ ദിവ്യകാരുണ്യത്തെ കാണുമ്പോൾ അതിനോടൊന്ന് കരങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച് ഒരു ശക്തി ഇപ്പോൾ നിങ്ങളിലേക്ക് പ്രവഹിക്കുന്നുണ്ട്. ഒരു അഭിഷേകം ഇപ്പോൾ നിങ്ങളിലേക്ക് നിറയുന്നുണ്ട്. പാപത്തെ അതിജീവിക്കാനായിട്ടുള്ള ഒരു കരുത്ത് ലഭിക്കാൻ ഈ പരമപരിശുദ്ധനായ കർത്താവിനോട് കരങ്ങളൊന്ന് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ ഒരു ശക്തി ഒഴുകുകയാണ്, ഒരു അഭിഷേകം ഒഴുകുകയാണ്. നിന്റെ ജീവിതം എത്രമേൽ പാപത്തിന് അടിമപ്പെട്ടോട്ടെ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ 10 പ്രമാണവും പല ആവർത്തി ലംഘിക്കുന്ന ജീവിത ബലഹീനത ഉണ്ടായിക്കോട്ടെ. മോനെ, മോളെ, ഇനി പാപത്തെക്കുറിച്ച് ചിന്തിക്കരുത്, പാപത്തെക്കുറിച്ച് ചിന്തിക്കരുത്. യേശുക്രിസ്തു നിന്നെ സ്വതന്ത്രനാക്കിയാൽ, യേശുക്രിസ്തു നിന്നെ സ്വതന്ത്രയാക്കിയാൽ നീ യഥാർത്ഥത്തിൽ സ്വതന്ത്രയാണ്. പാപത്തിന് ഇനി നിന്റെ മേൽ ആധിപത്യമില്ല. വിശ്വസിച്ച് പ്രാർത്ഥിച്ച് കർത്താവിനെ വിളിച്ച് ദൈവശക്തി നിറയട്ടെ. ഈശോ നിന്നിലേക്ക് നിറയട്ടെ. ഇനിമേൽ ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ഈ അവബോധത്തോടെ പ്രാർത്ഥിച്ച് ദൈവശക്തി നിറയുന്നുണ്ട്, കൃപ നിറയുന്നുണ്ട്. അനേകരിലേക്ക് ചൈതന്യ അഭിഷേകം നിറയുന്നുണ്ട്. അനേകരിലേക്ക് പാപത്തിൽ അതിജീവിക്കാനായിട്ടുള്ള ഒരു കരുത്ത് നിറയുന്നുണ്ട്. വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ആരാധന, 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 ആരാധന. അല്ല പറ 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 പറ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മാലാഖമാർ ചേർന്നു പാടും ആരാധന, ആരാധന, ആരാധന. മാലാഖമാരോട് ചേർന്ന്, വിശുദ്ധരോട് ചേർന്ന്, സ്വർഗവാസികളോട് ചേർന്ന് ആരാധന, 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 ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാർ ചേർന്നു പാടും ആത്മാവിലും സത്യത്തിലും ആരാധിക്കട്ടെ. ആരാധന, 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 ആരാധന. കർത്താവ് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന സമയമാണിത്.
ദൈവത്തിൻ്റെ ചൈതന്യം നിൻ്റെ ഉള്ളിൽ നിറയണമെന്ന് മകനെ മകളെ ഈ സമയത്ത് ആഗ്രഹിച്ച് കർത്താവ് ആശീർവദിക്കുന്ന സമയമാണ്. വലിയൊരു അഭിഷേകം നിറയും, വലിയൊരു ഉണർവ് നിറയും. ഇന്നോളം നിന്നെ അടിമപ്പെടുത്തുള്ള പാപം ഇനിമേൽ നിന്നെ അലട്ടിയല്ലാത്ത വിധത്തിൽ ആ പാപബലഹീനത നിന്നെ വിട്ടുമാറും. നിന്നെ ഇന്നോളം അസഹ്യപ്പെടുത്തുന്ന രോഗപീഠ അതിൻ്റെ മുൾച്ചെടികൾ വിട്ടുമാറും. നിൻ്റെ ആന്തരിക മുറിവ് ഈ സമയത്ത് നിൻ്റെ കർത്താവ് സുഖപ്പെടുത്തും. കാരണം യേശു നിന്നിൽ വന്നാൽ നീ യേശുക്രിസ്തുവിൻ്റെതായി. ഈ അവബോധത്തോടെ കർത്താവിനെ സമർപ്പിച്ച് ഒരിക്കൽ കൂടെ എല്ലാവരും കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കർത്താവിന് ആശീർവാദം സ്വീകരിക്കുന്നത്. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ഈശോ എൻ്റെ ഉള്ളിൽ നിറയണം, എൻ്റെ ഉള്ളിലേക്ക്, എൻ്റെ ചങ്കിലേക്ക് അവൻ പ്രവേശിക്കണം, എൻ്റെ ഉള്ളിൽ അവിടുന്ന് വസിക്കണം. ഈ അവബോധത്തോടെ പ്രാർത്ഥിക്കണം. എല്ലാവരും ആഗ്രഹിച്ച്, എല്ലാവരും കർത്താവിനെ വിട്ടുകൊടുത്ത് ആരാധിച്ച് 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 കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ഈശോ 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 എന്ന് വിളിച്ച് സ്തുതിച്ച്, ഈശോ 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 എന്ന് വിളിച്ച് സ്തുതിച്ച് ആരാധന ആരാധന. ഈശോ 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോ എല്ലാവരും വിളിക്കട്ടെ, ആ രക്ഷാനാമത്തെ വിളിക്കട്ടെ. നിന്റെ ജീവിതത്തിലേക്ക് സൗഖ്യം, നിന്റെ ജീവിതത്തിലേക്ക് ശക്തി, നിന്റെ ജീവിതത്തിലേക്ക് അഭിഷേകം, നിന്റെ ജീവിതത്തിലേക്ക് ഉണർവ്, നിന്റെ ജീവിതത്തിലേക്ക് കൃപ നിറയാൻ ഒരുമിച്ച് വിളിച്ച് ഈശോയേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന.